നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രി വളരെ ഒരു ഭയങ്കര ഗ്യാപ്പാണ്. വളരെ രീതിയിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. അതേപോലെ ഒരു കറക്റ്റ് ലെവലിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയീസിനെ ഇൻഡസ്ട്രിയിലേക്ക് കിട്ടുന്നുമില്ല. ഒരു മെയിൻ കാരണം ആക്ച്വലി ഒന്ന് പ്രാക്ടിക്കലായിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്യുന്നില്ല. പോളിടെക്നിക് ആയാലും ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ സെക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എംടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് പോലത്തെ ഒരു CNC പോലത്തെ കോഴ്സുകൾ, അതേപോലെ ഫിറ്റർ പോലത്തെ കോഴ്സുകളിലൊന്നും പ്രാക്ടിക്കൽ വളരെ ഒന്നുമില്ല. ഇത് പഴയൊരു സിലബസിൽ വെച്ചിട്ട് ഇവരത് ചെയ്യുന്നു. ആ ചെയ്ത അത് ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ പുതിയ ടെക്നോളജിനെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും വലിയ അപ്ഡേറ്റഡ് ഒന്നും ഇപ്പോഴില്ല. ഒരു 4-5-8 വർഷമായിട്ട് അപ്ഡേറ്റ്, ഒരു 10 വർഷമായിട്ട് ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ആക്ച്വലി ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടത് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. ഇപ്പം തിയറി എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ഫോർ മെക്കാനിക്കൽ സെക്ടറിൽ പറയുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ്റെ ഇപ്പോൾ ഒരു വെയിറ്റ് കാൽക്കുലേഷൻ ചെയ്യണോ അല്ലെങ്കിൽ ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 3D മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 3D ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് വെയിറ്റും കാര്യങ്ങളും മെറ്റീരിയൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ടെക്നോളജി മാറി. ടെക്നോളജി ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ്, അതായത് അഡ്വാൻസ് മാനുഫാക്ചറിങ് ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പഴയ ടെക്നോളജീസ് ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ ഈ കോളേജിൽ പ്രാക്ടിക്കലില്ല. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുന്നില്ല. ആകെ ഒരു 20%, 10% ലെവലിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നുള്ളൂ. പല കോളേജസ് എനിക്കറിയാം. അപ്പോൾ അവിടെയെല്ലാം കുറവാണ്. പക്ഷേ ഈ അതിൻ്റെ കൂടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കൂടി അതിൻ്റെ അകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെയ്യാനുള്ള അവസ്ഥകൾ ഓൾറെഡി ഉണ്ട് ഇപ്പം നമുക്ക് എല്ലാ സ്റ്റേറ്റിലും. ഒരു സ്റ്റേറ്റ് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലും. അപ്പോൾ അതിൽ ആക്ച്വലി ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KSRTC. ഈ KSRTC കുറേ ബസ്സുകൾ വഴിയാധാരമായിട്ട് കിടക്കുന്നു. മീൻസ് അതായത് വർക്കിംഗ് കണ്ടീഷനില്ലാത്ത രീതിയിൽ തുരുമ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റെല്ലാം ആക്ച്വലി ഈ ബസ്സെല്ലാം പല ബ്രാൻഡുകളുണ്ട്. വോൾവോ ഉണ്ട്, അതേപോലെ ടാറ്റയുണ്ട്, അശോക് ലേലൻഡ്, ഐഷർ, ഇതെല്ലാം ബ്രാൻഡുകളുണ്ട്. ശരി. അപ്പോൾ ഇതെല്ലാം ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു സൂപ്പർവൈസറെ പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടോ മാനേജറെ പോലെ ഒരാളെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റൂലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എൻ്റെ ഒരു അഭിപ്രായമാണ് അത്. ആക്ച്വലി എന്താ വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനും പറ്റും, സ്റ്റേറ്റിന് ആ KSRTC ഡെവലപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കുട്ടികൾക്കൊരു കൂടുതൽ എക്സ്പോഷർ കിട്ടും. അതായത് കുട്ടികൾക്ക് അവർക്ക് ആക്ച്വലി പല രീതിയിലെ ബസ്സുകളുണ്ട്, പല രീതിയിലുള്ള മോഡൽസ് ആയിരിക്കും. അപ്പോൾ അതിന് അവർക്ക് അതിൻ്റെതായ എഞ്ചിൻ്റെ കാര്യങ്ങൾ പഠിക്കാം, ബോഡീൻ്റെ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇപ്പം ബോഡീൻ്റെ ഇത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകാർ ചെയ്യുന്നില്ലെങ്കിൽ, ബോഡി ബിൽഡിങ്ങിൻ്റെ ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്യുന്നില്ലെങ്കിൽ അവർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ യൂസ് ചെയ്യാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഇപ്പം അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് AI ലെവലിൽ IoT ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ കോളേജിലെ എല്ലാ കോഴ്സസിലെ കുട്ടികളെയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതേപോലെ KSRTC പോലത്തെ സ്ഥാപനങ്ങളും, അതേപോലെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഇൻഡസ്ട്രീസ് നടക്കുന്നുണ്ട്. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ കെൽട്രോൺ പോലത്തെ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം വെച്ചിട്ട് ഇപ്പം ഒരു 190 കേരളം ഇപ്പോൾ 190 കോളേജസ് ഉണ്ട്. ഇവിടെ ബാംഗ്ലൂർ, കർണാടകയാണ് 280 സംതിങ് കോളേജ് ഉണ്ട്. അതേപോലെ തമിഴ്നാട്ടിലുണ്ട്, തെലങ്കാന ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് കോളേജസ് ഇഷ്ടംപോലെ. അതേപോലെ പോളിടെക്നിക്സ് ഉണ്ട്. കേരളത്തിലാണ് പോളിടെക്നിക് 83 പോളിടെക്നിക് സെക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂരും അതേപോലെ തന്നെ മോർ ദാൻ 100 കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ കോളേജസ് എന്നെല്ലാം കുട്ടികളെ വെച്ചിട്ട് ഈ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലും സേവ് ആവും. പിന്നെ അതേപോലെ സ്റ്റുഡൻസിനൊരു വെൽ എക്സ്പ്ലോഷർ കിട്ടും. അതായത് അവർക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം കിട്ടും. അപ്പോൾ പിന്നെ അതേപോലെ ഇപ്പം ലാബ്, ഇപ്പം എല്ലാവരും പറയും കോളേജിൽ ഓട്ടോമോട്ടീവ് ലാബ് ഉണ്ട്, മെക്കാനിക്കൽ ലാബ് ഉണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഒരു ലാബും ഒരു കോളേജസിലും ഇല്ല. ഇപ്പോൾ ഓട്ടോമോട്ടീവ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ വാങ്ങിച്ചിട്ട്, ഒരു ടാറ്റേൻ്റെ അശോക് ലേലൻ്റെ എഞ്ചിൻ വാങ്ങിച്ചവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കാറിൻ്റെ എഞ്ചിൻ വാങ്ങിച്ചുകൊണ്ടുവച്ചിട്ടുണ്ട്, ബൈക്കിൻ്റെ എഞ്ചിൻ വാങ്ങിച്ചുകൊണ്ടുവച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ. അത് ജസ്റ്റ് എന്താണെന്നുള്ള അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് റീഅസംബിൾ ചെയ്യുന്നോ പരിപാടിയൊന്നും ചില സമയം ചെയ്യും, ചില സമയം ചെയ്യില്ല, അവർക്ക് ടൈം ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളാണ്, എക്സ്ക്യൂസെല്ലാം ഇവർ ഇത്.
പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവരിപ്പം ഇതും പഠിച്ചിറങ്ങിയിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവരെടുത്ത് 10ൻ്റെ സ്പാനർ എടുക്കുക, 8ൻ്റെ സ്പാനർ എടുക്കുക, നോസ് പ്ലെയർ എടുക്കുക, അത് ഇതെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിംഗ് സ്പാനർ എന്നെല്ലാം പറഞ്ഞാൽ റിംഗ് സ്പാനർ എന്ന് പറഞ്ഞാൽ പുള്ളി ചില സമയം ഇങ്ങനെ നമ്മളെ നോക്കും. അതേപോലെ ഇപ്പോൾ മെക്കാനിക്കലുകാരുടെ അടുത്ത് ഇപ്പം വന്നിട്ട് നമ്മളിപ്പോൾ അലൻ കീ എടുക്ക്, അല്ലെങ്കിൽ അതേപോലെ അഡ്ജസ്റ്റബിൾ സ്പാനർ എടുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ മൈക്രോമീറ്റർ എടുക്കുക, വെർണർ എടുക്കുക, ഹൈ ഗേജ് ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫൈൽ പോയിറ്റർ ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്ക് പ്രൊഫൈൽ പോയിറ്റർ എന്താണെന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ പ്രൊഫൈൽ പ്രൊജക്ടർ എന്നുള്ള പരിപാടി കോളേജിലേ ഇല്ല. CMM ഇല്ല. CMM വിരലിൽ എണ്ണാൻ പറ്റുന്ന കോളേജസിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ടൂൾ മേക്കിംഗ് പ്രൈവറ്റ് പോളിടെക്നിക്സും ഗവൺമെൻറ് പോളിടെക്നിക്സിലും ഉണ്ട്. പക്ഷേ അവിടെ ഒരു ടൂൾ മേക്കിങ്ങിന് ആസ്പദമായിട്ടുള്ള ഒരു മിഷൻസും ഇല്ല. എല്ലാം ബേസിക് മിഷൻസാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഒരു ദുർലഭം കോളേജസിൽ മാത്രമേ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ച സോഫ്റ്റ്വെയർസ് ഉള്ളൂ. ബാക്കിയെല്ലാം പൈറേറ്റഡ് ആയിട്ട് കള്ളത്തരത്തിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അതും അതിന് പ്രാക്ടിക്കലായിട്ട് ഓറിയൻറ്റേറ്റഡ് ട്രെയിനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാ കോഴ്സുകളും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലെയും, അതായത് ഒരു സ്റ്റേറ്റ് മാത്രം പറയുന്ന എല്ലാ സ്റ്റേറ്റിലെയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം KSRTC പോലത്തെ സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ ഇലക്ട്രോണിക്സിൻ്റെ ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാം ഈ കുട്ടികളെ കൊണ്ട് പുതിയ ഡെവലപ്മെൻറ്റ് കുറേ സ്റ്റാർട്ടപ്പ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോളേജിൽ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുള്ള ഇപ്പോൾ ഒരു ബാച്ചിൽ BTechൽ 60 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് 60 ഡിസൈൻ കിട്ടും, ഒരു 60 കോൺസെപ്റ്റ് കിട്ടും നമ്മുടെ അടുത്ത് അവരുടേതായ ഐഡിയകളിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരള ഗവൺമെൻറ് സ്ഥാപനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഈ പ്രൊഡക്റ്റുകൾ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൂടെ? അതേപോലെ ഇപ്പം പോലീസ് സ്റ്റേഷനിലായി കഴിഞ്ഞാലും കുറേ വണ്ടികൾ വെറുതെ അന്നാഥ കിടക്കുന്നത്, അതും ബെൻസ് ഓടി പോലത്തെ വണ്ടികൾ ഇങ്ങനെ കേസിലായിരിക്കും, ശരിയാണ്. പക്ഷെ അതിങ്ങനെ തുരുമ്പിടിച്ച് കാണുമ്പോൾ ആക്ച്വലി വളരെ വിഷമം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ആരുടെയും വണ്ടി ഇതേപോലെ കുറച്ച് ദിവസത്തേക്ക് പേപ്പറിൽ അതില്ലാന്ന് പിടിച്ചു കഴിഞ്ഞാലും ഒരു മാസം കഴിഞ്ഞ് 2 മാസം പോയിട്ട് ഞങ്ങൾ തന്നെയല്ലേ പോയിട്ട് കോടതിയിൽ തിരിച്ചെടുക്കുമ്പോൾ അത് തുരുമ്പിടിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അത് തുരുമ്പിടിച്ചതിന് നമ്മളായിരിക്കും റെസ്പോൺസിബിലിറ്റീസ്. അതായത് ആ സമയത്ത് പേപ്പറിൽ എന്തെങ്കിലും കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും ഒരു എന്തെങ്കിലും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലീനിങ്ങോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നൊരു ഐഡിയാസ് എടുത്തുകൂടെ? ഒരു നല്ലൊരു കാര്യം ആണോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുപോലെ KSRTC ബസ് കുറേ കിടക്കുന്നുണ്ട്, അതിൽ ഇവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യിച്ചു അവർക്ക് പ്രാക്ടിക്കലാവും സ്റ്റുഡൻസിന്. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത്. അപ്പോൾ എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.